കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ലാസർ എന്നു പേരുള്ള ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബെഥാനയിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും അവൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്തത്. ഇവരുടെ സഹോദരൻ ലാസറനാണ് രോഗബാധിതനായത്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കുന്നതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ്റെ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവദിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാലുതട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവർ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങളെ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ബെഥാനിയ ജെറുസലേമിന് അടുത്ത് ഏകദേശം 15 സാദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവൻ്റെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശുവോട് പറഞ്ഞു, ഞാനാണ് ഉത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽപ്പുണ്ടായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിങ്കൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നിടത്തുനിന്ന് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിനാൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്ന് കാണുക. അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണ് തുറന്ന ഈ മനുഷ്യൻ ഇവൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ല് വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിനമാണ്. യേശുവോട് പറഞ്ഞു,
ചോദിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രാർത്ഥന എപ്പോൾ ശ്രവിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്നും ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകളും കാലുകളും നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ടും ആവരണം ചെയ്തുമിരുന്നു. ഈശോയോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. മറിയത്തിന് അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ ചില പേർ അവർ പ്രവർത്തിച്ചു കണ്ട് അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിന് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുറേ നാളുകൾക്ക് മുമ്പ് ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രത്യാശയേറിയൊരു അനുഭവം ഇങ്ങനെയാണ്. ഒരു സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘടന. ഒരു പക്ഷേ ഇന്ന് അതുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ദൈവവചനത്തിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് അതിന് ശക്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് രൂപം കൊടുക്കുമ്പോൾ അവരെപ്പോഴും തീരുമാനിച്ചത് ഏറ്റവും പ്രൊഫഷണലായിട്ട് ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കി ജനത്തെ ഓരോ നിമിഷവും ഉദ്ബോധിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഘടന പ്രവർത്തിക്കണമെന്നുള്ള ലക്ഷ്യമായിരുന്നു അവർക്ക് ഓരോ നിമിഷവും. അങ്ങനെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഓരോരുത്തരും പഠിച്ചും അവർ വിദ്യാഭ്യാസ അളവൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ ജീവിതത്തിൻ്റെ ആ ഒരു രീതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ സംഘടനയിൽ പലപ്പോഴും അംഗത്വം പോലും കൊടുക്കുക. അങ്ങനെ നാളുകൾ പോയി അവർ ചെല്ലുന്ന ഓരോ മേഖലയിലും ഈ ദൈവവചനത്തെ പറ്റിയിട്ടുള്ള അവരുടെ ജ്ഞാനത്തെ ഓർത്ത് പല ആൾക്കാരും വിസ്മയിക്കും പോലും ഉണ്ടായി. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്നു, ആ ഒരു സംഘടന അത്രത്തോളം വലുതാവുന്നു. പക്ഷേ നമുക്കറിയാം, ഓരോ സംഘടനയും പലപ്പോഴും ആത്മാവിനാൽ നയിക്കപ്പെടുന്നതല്ലെങ്കിൽ എത്രത്തോളം കോട്ടം ഇവരോരോ സംഘടനയിലും സംഭവിക്കുമെന്നുള്ള കാര്യം. അങ്ങനെ അവരുടെ ജീവിതത്തിലും പതിയെ അവർ ചെയ്യുന്ന ഓരോ മേന്മകളെ ഓർത്ത് പതിയെ അഹങ്കരിക്കുന്ന നാളുകൾ കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സുവിശേഷ പ്രഘോഷകരുടെ പ്രഘോഷണം കേട്ടുകൊണ്ടും അവരെത്രത്തോളം ഭംഗിയായിട്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ഒരു വ്യക്തി, ഒരു ചെറിയൊരു പ്രായം ചെന്നൊരു വ്യക്തി ഇവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ ഒരു ഓഫീസിൻ്റെ പടിവാതിക്കൽ ചെന്ന് ചെറുതായിട്ട് നാണം കൊണ്ട് കുടുങ്ങിയൊക്കെ പതിയെ ഉള്ളിലേക്ക് കയറുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. ഞാൻ ഇതിന് അർഹനാണോ, അല്ലെങ്കിൽ എന്നെ അവർ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ബോധ്യം. ഇങ്ങനെ ചെല്ലുന്നു. ആ ഒരു ഓഫീസിലേക്ക് കടന്നു ചെന്ന് ഈ ഒരു ആഗ്രഹം അവരോട് പറയുകയാണ്. ആദ്യം കേട്ട തന്നെ വ്യക്തി ഈ മനുഷ്യരെ നോക്കി പരിഹസിക്കുന്നുണ്ട്, പുച്ഛിക്കുന്നുണ്ട്. നിനക്ക് എന്ത് യോഗ്യതയാണ് ഈ ഒരു ഓഫീസിലേക്ക് കടന്നു വരാനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോഴും ഈ ഒരു മനുഷ്യനത് ഒത്തിരിയേറെ ഉള്ളിൽ പൊള്ളിക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഇവരോരോരുത്തരെയും നയിക്കുന്ന അവരുടെ ആത്മീയ പിതാവാനുള്ള മനുഷ്യൻ കടന്നു വരുന്നു. മനുഷ്യൻ പറയുന്നുണ്ട്, അവനും നമ്മുടെ കൂടെ നിന്നോട്ടെ എന്നുള്ള കാര്യം പറയുകയാണ്. പക്ഷേ ആ ഒരു സീനിയേഴ്സിൻ്റെ ഒരു അതിപ്രസരം കൊണ്ട് തന്നെ മനുഷ്യന് അവസരങ്ങളൊന്നും കിട്ടുന്നില്ല. ഓരോ സുവിശേഷപ്രഘോഷണത്തിനായിട്ട് അവർ പോകുമ്പോഴും ഈ മനുഷ്യൻ പലപ്പോഴും തഴയപ്പെടുന്നത് അവർ കാണുന്നുണ്ട്. പക്ഷേ കാലാന്തരത്തിനടുത്തും ഓരോ നിമിഷവും ഈ മനുഷ്യനെ തള്ളപ്പെടുന്നത് ഇവരോരോരുത്തരുടെയും ഷൂ പോളിഷ് ചെയ്യാനും അവരുടേതായിട്ടുള്ള താഴ്ന്ന ജോലികൾ പലപ്പോഴും പലതും ചെയ്യാനാണ്. പക്ഷേ ഓരോ പ്രാവശ്യവും ഈ ജോലികൾ ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ താൻ ഇതിന് തന്നെയാണോ കടന്നു വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉള്ളിൽ എപ്പോഴും കടന്നു വരുന്നുണ്ട്. പക്ഷേ ഓരോ നിമിഷവും ഈ ജോലികൾക്കപ്പുറവും ആ മനുഷ്യന് അഭയം പ്രാപിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തെയാണ്. ഓരോ പ്രാവശ്യവും ഈ വിശുദ്ധ ഗ്രന്ഥം ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതിൽ നിന്ന് പ്രത്യാശ അനുഭവിച്ചുകൊണ്ട് ആ ഒരു മനുഷ്യൻ ഓരോ ദിവസവും തള്ളി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇതൊന്നും 2-3 വർഷങ്ങളും കടന്നുപോയി ഏകദേശം 14 വർഷത്തോളം മുന്നോട്ട് പോകുമ്പോഴും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ഭയമായിരുന്നു. എന്തുകൊണ്ട് ദൈവം തന്നെ തിരഞ്ഞെടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ഒരു സുവിശേഷം പങ്കുവയ്ക്കാൻ എന്നെ ഒരുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ ഓരോ ദിനവും ഓരോ പ്രാർത്ഥനയിലും ഈ ഒരു കാര്യം ചേർത്ത് വയ്ക്കുമ്പോഴും ആ മനുഷ്യൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് സ്വീകരിച്ച പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഓരോരുത്തരും കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ദിവസം ഏകദേശം 5000 ആൾക്കാരുടെ ഒരു കൺവെൻഷന് വേണ്ടി ആ ഒരു ഗ്രൂപ്പിലുള്ള ഓരോ അംഗങ്ങളും ഒരുങ്ങുമ്പോൾ ഈ ഒരു മനുഷ്യനെയും പ്രാർത്ഥനയിൽ ഓരോരുത്തരും ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ
അവസരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് നീ ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുമ്പോഴും ഈ മനുഷ്യൻ അവരോടൊത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരോരോരുത്തരും അഭിഷേകം നിറഞ്ഞവരായിട്ട് മാറാൻ വേണ്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഒടുവിലും ഈ മനുഷ്യനെ തള്ളിവിടുന്നത് ഇവരോരോരുത്തരും ഷൂ പോളിഷ് ചെയ്യാനും അവരുടെ ടോയ്ലറ്റ് കഴുകാനും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കാണ്. പക്ഷേ അതിലൊന്നും നിരാശയോടുകൂടി ആകാതെ പ്രത്യാശയുടെ അനുഭവത്തിൽ ഇവർ മനുഷ്യൻ ഈ ജോലികൾക്കപ്പുറം പിന്നെയും വിശുദ്ധ ഗ്രന്ഥം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കൺവെൻഷൻ്റെ തലേന്നാൾ മഴയും അല്ലെങ്കിൽ പ്രകൃതിയുടേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർ നിർമ്മിച്ചിരുന്ന ആ ഒരു താൽക്കാലികമായിട്ടുള്ള ആ ഒരു ടെൻറ്റ് ഇടിഞ്ഞു വീഴുകയും അല്ലെങ്കിൽ അവരത്രത്തോളം സുതാര്യമെന്ന് കാണുകയും അല്ലെങ്കിൽ അത്രത്തോളം ഫലമുള്ളതെന്ന് അവർ കരുതിയിരുന്ന പല കാര്യങ്ങളും ഇടിഞ്ഞു വീഴുകയും അവർ ജീവിതത്തിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ദിവസം കടന്നു വരികയാണ്. ആ ഒരു കൺവെൻഷന് പ്രസംഗിക്കാനായിരുന്ന സുവിശേഷ പ്രഘോഷകർ തന്നെ അല്ലെങ്കിൽ അത്രത്തോളം ആത്മീയമായിട്ട് ഒരുക്കിയിരുന്ന ഓരോരുത്തരും പിൻവാങ്ങുന്ന ഒരു കാഴ്ച ആ ദിനങ്ങളിൽ ഈ സാൽവേഷൻ ആർമി കാണുന്നുണ്ട്. പക്ഷേ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതി വേറൊരു കാര്യമായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത് ആ നിമിഷമാണ്. ഒരു ആത്മീയ നേതാവായിരുന്ന ആ ഒരു മനുഷ്യൻ ഇത്രയും നാളും അവർ ഷൂ പോളിഷ് ചെയ്തിരുന്ന ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിന്റെ സമയം ഇപ്പോൾ ആയി എന്ന് നിന്നെ മനസ്സിലാക്കിക്കൂടാ? അങ്ങനെ ഒരു മനുഷ്യനോട് തയ്യാറാവാൻ പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഓരോരുത്തരും ഭയത്തോടുകൂടെ ചിന്തിരിച്ചിരുന്ന നാൾ. കാരണം 5000 പേരെ പോലും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു ഗ്രൗണ്ടിൽ എന്തുകൊണ്ട് അവർ ജീവിതത്തിൽ അവരാഗ്രഹിച്ച ഓരോ കാര്യങ്ങളും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ അവർ ബോധ്യപ്പെട്ട നാൾ. ആ ഒരു സമയം ദൈവം ഏറ്റെടുക്കും എന്നുള്ളൊരു കാര്യം പലപ്പോഴും അവരെ കാലാന്തരത്തിൽ അവർ ചെയ്ത ഓരോ പ്രവൃത്തികളും കൊണ്ട് മറന്നു പോകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നും ചരിത്രത്തിൽ ആലാപനം ചെയ്തിരുന്ന ഒരു ദിനമായിരുന്നു അന്ന് ഒരു മനുഷ്യൻ പ്രസംഗിച്ച ആ ഒരു നാൾ. ആ ഒരു മനുഷ്യൻ ഈ ഒരു കൺവെൻഷൻ്റെ പന്തലേക്ക് കടന്നു ചെന്ന് തന്നെ ഏറെ നാൾ സ്നേഹിച്ചിരുന്ന ആ ഒരു പിച്ച് ചിന്തിയ ആ ഒരു ബൈബിള് അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അർജനത്തിൻ്റെ ഒന്നടങ്കം മുമ്പിൽ ചെന്നിട്ട് പറയുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവേ നിറഞ്ഞാലും. ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സാൽവേഷൻ ആർമി കൊണ്ട് ഏറെ മനുഷ്യരെ ചിന്തിപ്പിക്കുകയും അവരോരോരുത്തരെയും ക്രിസ്തുവിലേക്ക് നയിച്ച വേറൊരു രീതിയിലുള്ള വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടില്ല എന്നിന്നും പറയുന്നുണ്ട്. ഒരു തിരിച്ചറിയേണ്ടത് ഇന്നത്തെ ഈ വായനയിലൂടെ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന ഒരൊറ്റ കാര്യം, നീ തീർന്നു എന്ന് വിചാരിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കും എന്നുള്ള കാര്യം. ഒരുപക്ഷെ നമ്മൾ ചുറ്റോട് നോക്കുമ്പോൾ ഇരുവൾത്താരയിൽ ഓരോ പ്രതിമകളും കുരിശുരൂപം പോലും മൂടപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തിരിച്ചറിയുക, ആ ഒരു ദിനം നമ്മുടെ ജീവിതത്തിലും സമാഗതമായി എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിച്ചും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചും നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളും ഒരുക്കിയിരുന്ന ആ നാളുവഴികൾ ഇതാ തീരാറായി. എൻ്റെ ജീവിതത്തിലെയും ആ ഒരു ദിവ്യകാരുണ്യനാഥനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്ന ആ ഒരു നാളുവഴികൾ, അല്ലെങ്കിൽ ഓരോ മുറിവേറ്റ തിരുക്കരം കൊണ്ട് ഓരോ തിരുരക്തം കൊണ്ട് എനിക്ക് വേണ്ടി സ്നേഹിച്ച ആ നാളുകൾ ഇതാ എൻ്റെ ജീവിതത്തിലും ഞാനും കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ബോധ്യം. സ്നേഹമുള്ളവരെ, ആദ്യ വായനയിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആ പ്രവാചകൻ പ്രവചിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ചേർത്ത് വയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെയാണ്, അവരോരോരുത്തരും അവരുടെ ജീവിതത്തിൽ ഇസ്രായേൽ ജനം ഒന്നടങ്കം പല രീതിയിലും അല്ലെങ്കിൽ ചുറ്റോടുമുള്ള ഓരോ വ്യക്തികളും നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അല്ലേ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ആ ബോധ്യത്തിൽ അവർ ജീവിക്കുന്ന ഓരോ നിമിഷവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തകർച്ചകൾ, അവരുടെ പരിഭവങ്ങൾ, വേദനകൾ, ഒറ്റപ്പെട്ട നിമിഷങ്ങളും. കാരണം അവരാരാധിക്കുന്ന ഒരു ജെറുസലേം ദേവാലയം പോലും നശിപ്പിക്കപ്പെടുന്നു. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും സ്വന്തമെന്ന് കരുതിയ പല ആൾക്കാരെ നഷ്ടപ്പെടുന്നു. സ്വന്തം നാട്ടിൽ പോലും അവഗണിക്കപ്പെട്ട് വിദേശത്തേക്ക് പലപ്പോഴും നയിക്കപ്പെടുമ്പോഴും ആ വിദേശ നിയമങ്ങൾ പോലും അവർക്കെതിരായിട്ട് നിൽക്കുന്ന അതിന് കുറേയേറെ അവസ്ഥകൾ, അല്ലെങ്കിൽ ദൈവം തങ്ങൾ ഓരോരുത്തരെയും കൈവിട്ടുവല്ലോ എന്ന ബോധ്യത്തിൽ അവരായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഓരോരുത്തരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളൊരു കാര്യം ഈ ഒരു എസെക്കിയേൽ പ്രവാചകൻ്റെ അധരം കൊണ്ട് അവരോരോരുത്തരും ഓർമ്മിപ്പിക്കുന്നത്. ഇഷ്ടമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അവസരങ്ങൾ പലപ്പോഴും ഉണ്ട്. ഒരു പക്ഷേ കുടുംബജീവിതത്തിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ സഹനത്തിൻ്റെ തീച്ചൂടയിൽ ഞാൻ എന്തുകൊണ്ട് എൻ്റെ കർത്താവെ ഇനിയും ജീവിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളും ചോദിക്കുമ്പോൾ സ്നേഹമുള്ളവരെ തിരിച്ചറിയേണ്ടത് നമ്മൾ ആരും ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല. അല്ലെങ്കിൽ
ഈ വേദനയിലും സഹനത്തിലും സഹതാപത്തിലും സാന്ത്വനത്തിലുമൊക്കെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധ്യം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 3 വിശ്വസ്തരായ ആ ഒരു യഹൂദരെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു തീച്ചൂളയിൽ പോലും ആ നെബൂഖദ്നേസർ രാജാവിനെ ആരാധിക്കാൻ പറയുമ്പോൾ തങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്നേക്കാളും വിശ്വസ്തനായൊരു ദൈവമുണ്ട് എന്ന് പറയുകയും ആ ഒരു ദൈവമായ കർത്താവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള ബോധ്യം അവരേറ്റു പറയുന്നത് കൊണ്ട് അവർ ജീവിതത്തിലേക്ക് അനുവദിക്കപ്പെടുന്നത് അവരുടെ ജീവിതം തന്നെ അപഹരിക്കപ്പെടുന്ന ഒരു തീച്ചൂളയാണ്. പക്ഷേ അതൊന്നും അവരെ ഭയപ്പെടുത്താതെ അവർ സഹനത്തിന് തീച്ചൂളയിലേക്ക് തങ്ങൾ എറിയപ്പെടാൻ തയ്യാറാണ് എന്ന ബോധ്യം അവരേറ്റു പറയുന്നതോടൊപ്പം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോന്നും നമ്മുടെ അധരം കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ വീക്ഷിക്കുന്നുണ്ട്. ആ ഒരു രാജാവ് തന്നെ ഏറ്റു പറയുന്നുണ്ട്, 3 പേരെയല്ലേ നമ്മൾ തീച്ചൂളയിലേക്ക് എറിഞ്ഞത്, പിന്നെ ആരാണ് ആ 4ാമത് രാജകുമാരനെ പോലുള്ള വ്യക്തി? അവർ തീച്ചൂളയിൽ അവരത്രത്തോളം സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവർ എന്തുകൊണ്ട് ഈ തീച്ചൂളയിൽ അവരാനന്ദിക്കുന്നു? സ്നേഹമുള്ളവരെ, നമ്മളും ഓർക്കേണ്ട ഒരു കാര്യം, ആ 4ാമനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു പക്ഷേ പഴയ നിയമ വായനയിലേക്ക് നമ്മൾ കടന്നു കൊല്ലുമ്പോൾ ആ ഒരു യാത്രയിലുടനീളം അല്ലെങ്കിൽ അവരോരോരുത്തരെയും ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ഓരോ നിമിഷവും കൂടെയായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിഗോളമായിട്ടും അവർ കൂടെ സഹകരിക്കുന്ന അവരുടെ സന്തത സഹചാരിയായിട്ട് ദൈവം അവിടെ കൂടെ ചരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വേദനയിലും സഹനത്തിലും ഒക്കെ നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ ദൈവം നമ്മളെ ഒറ്റപ്പെടുത്തില്ല എന്നുള്ള ബോധ്യം. കാരണം പലപ്പോഴും നമ്മുടെ ആത്മീയതയിൽ ഏറ്റവും വലിയൊരു കുറവെന്ന് പറയുന്നത് ദൈവം എന്നെ കൈവിട്ടു എന്നുള്ള പരാതി നമ്മളെപ്പോഴും പറയുന്നതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പരിഭവങ്ങളും പരാതികളും ഒക്കെ ചേർത്ത് വയ്ക്കുമ്പോഴും തിരിച്ചറിയേണ്ടത് ദൈവം ഒരിക്കൽ പോലും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. 2ാമത്തെ വായനയിലേക്ക് വരുമ്പോൾ പൗലോസ് റോമാക്കാർക്ക് ലേഖനത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്ന ഒരു കാര്യം ആത്മാവിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. തിരിച്ചറിയുക, പഴയ നിയമ വായനയിലേക്ക് പോകുമ്പോൾ റൂഹായിട്ടും നൂമയായിട്ടും പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആ ഒരു ദൈവനിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുമ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഒരു ആത്മാവിനാൽ നിറഞ്ഞവരായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നുണ്ടോ? ജഡികരായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴും ഈ ആത്മാവിനാൽ പ്രചോദരായി ഈ ആത്മാവിനാൽ നിറഞ്ഞവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. കാരണം ക്രിസ്തുവിലുള്ള ഓരോ നവജീവിതവും പരിശുദ്ധാത്മാവിലുള്ളതാണ് എന്നുള്ള കാര്യം എത്രത്തോളം നമുക്ക് ഓരോരുത്തർക്കും ചേർത്ത് പിടിക്കാൻ പറ്റും. കാരണം പൗലോസ് തന്നെ റോമായിലെ സഭയിലുള്ള ഓരോ ക്രിസ്ത്യാനികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവപുത്രന്മാരാണ് എന്നുള്ള കാര്യം. ഈ ഒരു തിരുവചനം ഏറ്റെടുക്കാനും ആ ഒരു ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് നമ്മളെന്ന ബോധ്യം അത് എത്രത്തോളം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം. പുതിയ നിയമ വായനയിലേക്ക് വരുമ്പോൾ സുവിശേഷം വളരെ ഭംഗിയായിട്ട് ഒരു പക്ഷേ ഇത്രയും നീളത്തിൽ നമ്മളോട് പറയുമ്പോൾ അത്രത്തോളം വ്യക്തതയോടുകൂടെ അവരോരോരുത്തരെയും ഒരുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും ചുറ്റുമുള്ള ഓരോ വ്യക്തികളും ഈ ഒരു ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ അടയാളങ്ങളും നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കുമ്പോൾ പതിയെ ആ ഒരു സ്റ്റെപ്പായിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് എത്തിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവരാരും ഈ ഒരു അത്ഭുതം അവന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അടയാളം അവർ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള കാര്യം അവർക്ക് അത്രയും ഉറപ്പായിരുന്നു എന്നുള്ള കാര്യം. സ്നേഹമുള്ളവർ തിരിച്ചറിയേണ്ടത്, ദൈവത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്ന തനതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. എപ്പോഴും ഓർക്കുക, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം, എന്തുകൊണ്ട് ദൈവം എന്നെ കൈവിട്ടു? ഒരു പക്ഷേ മർത്തായും മറിയവും അവിടെ ചെലുത്തുന്ന അവരുടെ മനോഭാവങ്ങൾ വ്യത്യാസമാണ്. ഒരാൾ ഈശോ അവിടെ എത്തിയെന്ന് പറയുമ്പോൾ ഓടിച്ചെല്ലുന്നുണ്ട്, ആ ഒരു ദൈവത്തിന് ഇത് പറ്റുമെന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരുവൾ ആ ഒരു ബോധത്തിൽ പോലും ആശ്രയിക്കാതെ ഇത് ദൈവത്തിന് സാധിക്കുമോ എന്നുള്ള ഉൾവലിഞ്ഞുകൊണ്ട് സംശയാലുമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അത്രമേൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അത്രത്തോളം ആ ഒരു ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എന്നെ ആ ദൈവം കൈപിടിച്ചുയർത്തും എന്നുള്ള കാര്യം. നോമ്പിൻ്റെ ഒരു അവസാന വാരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു കുരുത്തോല പെരുന്നാളിലേക്ക് പ്രവേശിച്ച് അവിടത്തേക്ക് ഓസാന ഏറ്റു പറഞ്ഞുകൊണ്ട് വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എത്രത്തോളം എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഈ
ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ എൻ്റെ ജീവിതം ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യം, ഞാൻ അവനെ കേൾക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എത്രത്തോളം ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നു. തിരിച്ചറിയാം നമ്മുടെ ഓരോ ബോധ്യങ്ങളും. ഈ ഒരു വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആ ദൈവത്തെ ഞാൻ എത്രത്തോളം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.